നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്ന ഒരു സോസേജ് മസാലയാണ്. ഇതിനു വേണ്ടിയിട്ട് ഒരു 5 പീസ് സോസേജ് എടുത്തു വച്ചിട്ടുണ്ട്. ഇത് ഇനി ചെറുതായി അരിയണം. ഇതുപോലെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞു വയ്ക്കാം. ഈ അരിഞ്ഞു വച്ചിരിക്കുന്നതിൽ ഒരു 1/2 സ്പൂണ് മുളക് പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. സോസേജ് പാകമായിട്ടുണ്ട്. ഇത് പാകമായി കഴിഞ്ഞാൽ ഇത് ഒന്ന് വീർത്ത് വരും. അതാണ് അതിൻ്റെ ഒരു പാകം. പിന്നെ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യമെങ്കിൽ പിന്നീട് മസാല വഴറ്റുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് സവാള ചേർക്കാം. അല്പം ഉപ്പ് ചേർക്കാം. തീ കുറച്ച് വെച്ച് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി നേരത്തെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ചേർക്കുന്നില്ല. എരിവ് ആവശ്യമുള്ളവർക്ക് വീണ്ടും ചേർക്കാവുന്നതാണ്. ഇപ്പോൾ കഴിച്ചു നോക്കുമ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ചേർക്കുന്നില്ല. നന്നായി യോജിപ്പിക്കുക. അങ്ങനെ ആ പൊടികളുടെ മണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, പച്ചമണം. ഇനി ഒരു നുള്ള് ഗരം മസാല കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞു വെച്ചത് ചേർക്കാം. തക്കാളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച സോസേജ് ചേർത്ത് മിക്സ് ചെയ്യാം. നമ്മുടെ സോസേജ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എന്തായാലും സോസേജ് മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഗൾഫിലെ പ്രവാസികൾക്ക് അത്ര വലിയ താല്പര്യമില്ലാത്ത ഭക്ഷണമാണ്. കാരണം സ്ഥിരം ഇത് തന്നെയായിരിക്കും മിക്കപ്പോഴും. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ്. അപ്പോൾ അങ്ങനെ കഴിച്ചു മടുത്തവരായിട്ടായിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിൽ ഇത് അത്ര കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എല്ലായിടത്തും അവൈലബിൾ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കിട്ടിയപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം. താങ്ക്സ്.